ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ തങ്ങളുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടവും സ്വന്തമാക്കിയിരിക്കുകയാണ്. ടൂർണമെന്റിലുടനീളം ഇന്ത്യക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് ശ്രേയസ് അയ്യർ കാഴ്ചവെച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ റൺസ് നേടിയ താരമായാണ് ശ്രേയസ് അയ്യർ സീസൺ അവസാനിപ്പിച്ചത്. 5 മത്സരങ്ങളിൽ നിന്ന് 243 റൺസ് നേടിയ അയ്യർക്ക് ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാകാനും സാധിച്ചു. ന്യൂസിലാൻഡിനെതിരെ ഫൈനലിൽ 48 റൺസ് നേടി നിർണായകമായ പ്രകടനമാണ് അയ്യർ കാഴ്ചവെച്ചത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ അച്ചടക്ക നടപടികളെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റുമായുള്ള കേന്ദ്ര കരാർ താരത്തിന് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു വേണ്ടി കിരീടം നേടിക്കൊടുക്കാനും ആഭ്യന്തര മത്സരങ്ങളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചും അയ്യർ വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. എന്നാൽ KKRനു വേണ്ടി കിരീടം നേടിക്കൊടുത്തെങ്കിലും അയ്യറെ 2025 IPL ലേലത്തിന് മുന്നോടിയായി ഒഴിവാക്കിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം സംസാരിച്ച ശ്രേയസ് അയ്യർ IPLന് ശേഷം താൻ അർഹിച്ച അംഗീകാരം കിട്ടിയില്ല എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: IPL നേടിയതിനു ശേഷം ഞാൻ ആഗ്രഹിച്ച അംഗീകാരം എനിക്ക് ലഭിച്ചില്ലെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നി. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ പ്രാധാന്യം. അതാണ് ഞാൻ തുടർന്നും ചെയ്യുന്നത്. കേന്ദ്ര കരാറിൽ നിന്ന് പുറത്തായപ്പോൾ IPL കളിച്ചതുകൊണ്ട് നിരാശ ഇല്ലായിരുന്നു. IPL നേടുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. നന്ദിപൂർവ്വം ഞാൻ അത് നേടിയെന്ന് ശ്രേയസ് അയ്യർ പറഞ്ഞു.